ഏറെ ചർച്ച ചെയ്ത ഭക്തലക്ഷങ്ങളുടെ ഹൃദയം മുറിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ആചാര സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ അയ്യപ്പ ഭക്തരെ ക്രിമിനലുകൾ എന്ന് വിളിച്ച് ജയിലിൽ അടച്ച ഒരു സർക്കാരുണ്ട് ഇവിടെ. അതേ സർക്കാർ തന്നെ ഇന്ന് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സ്വന്തം പാർട്ടിക്കാരെയും ഉദ്യോഗസ്ഥരെയും ജയിലിൽ നിന്നിറക്കാൻ ചുവപ്പ് പരവതാനി വിരിക്കുകയാണ്. സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ നവോത്ഥാനം പ്രസംഗിച്ച് മല കയറാൻ വാശി പിടിച്ചവർ അണിയറയിൽ അയ്യപ്പന്റെ തങ്കവും സ്വർണപ്പാളികളും വരെ അടിച്ചു മാറ്റുകയായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. പക്ഷേ അതാണ് സത്യം. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസ് ജയിലിലായി. തൊട്ടു പിന്നാലെ മുരാരി ബാബു ജാമ്യം നേടി പുറത്തിറങ്ങി. എന്താണ് ഈ കേസിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പോലീസ് മനഃപൂർവ്വം കുറ്റപത്രം വൈകിപ്പിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? പിണറായി സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന ഈ ഒത്തുകളിയുടെ ഉള്ളറകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ശരണം വിളികൾ ഉയരേണ്ട ശബരിമലയിൽ ഇന്ന് കേൾക്കുന്നത് അഴിമതിയുടെയും കൊള്ളയുടെയും കഥകളാണ്. സ്ത്രീ പ്രവേശനം വേണം, ആചാരങ്ങൾ വേണമെന്ന് ഘോരഘോരം പ്രസംഗിച്ചവർ ഇന്ന് എവിടെയാണ്? അവർ ജയിലിലാണ്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വാശി പിടിച്ച പിണറായി സർക്കാരിന്റെ വിശ്വസ്തർ അയ്യപ്പന്റെ തങ്കവും സ്വർണപ്പാളികളും വരെ കവർന്നെടുത്തു. കേവലം ഒരു മോഷണമല്ല ഇത്. സർക്കാരും ദേവസ്വം ബോർഡും അന്വേഷണ സംഘവും ചേർന്നൊരുക്കുന്ന ഒരു പെർഫെക്റ്റ് ക്രൈം ഡ്രാമയാണ്. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കാണിക്കുന്ന ശുഷ്കാന്തി കണ്ടാൽ ആരും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ചു പോകും. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകിയിട്ടില്ല. എന്തുകൊണ്ട്? ഉത്തരം ലളിതമാണ്: സ്വാഭാവിക ജാമ്യം. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് പ്രതികളെ പുറത്തിറക്കാൻ അന്വേഷണ സംഘം തന്നെ വഴിയൊരുക്കുകയാണ്. മുരാരി ബാബു എന്ന പ്രതി ഇന്ന് പുറത്തിറങ്ങിയത് പോലീസിന്റെ കഴിവുകേട് കൊണ്ടല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായാണ്. കുറ്റപത്രം വൈകിപ്പിക്കുക, പ്രതികൾക്ക് ജാമ്യം ഉറപ്പാക്കുക. ഇതാണോ പിണറായി വിജയന്റെ അഴിമതി വിരുദ്ധ പോലീസ്? ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച പത്മകുമാറും ശങ്കരദാസും വാസുവും ഈ കേസിൽ പ്രതിസ്ഥാനത്തുണ്ട്. CPI പ്രതിനിധിയായി ദേവസ്വം ബോർഡിലെത്തിയ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതിക്ക് വരെ ഇടപെടേണ്ടി വന്നു. അസുഖത്തിന്റെ പേരിൽ ആശുപത്രിയിൽ സുഖവാസം ഒരുക്കാൻ സർക്കാർ കിണഞ്ഞു ശ്രമിച്ചു. ഭക്തർ നൽകുന്ന കാണിക്കയും സ്വർണവും സംരക്ഷിക്കേണ്ടവർ തന്നെ അത് കട്ടുമുടിക്കുമ്പോൾ ഈ ബോർഡ് എന്തിനാണ് നിലകൊള്ളുന്നത്? പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വെറും കളിപ്പാവകളായി ദേവസ്വം ബോർഡ് മാറിയിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന് ജാമ്യം നൽകിയത് അന്വേഷണ സംഘത്തിന്റെ മുഖത്തേറ്റ വലിയൊരു അടിയാണ്. സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പ്രതി 90 ദിവസം തികഞ്ഞയുടൻ പുറത്തിറങ്ങുന്നു. ബാക്കിയുള്ള പ്രതികൾക്കും ഇതേ വഴി സർക്കാർ തുറന്നു കൊടുക്കുകയാണ്. ശബരിമലയിലെ വിഗ്രഹത്തിന് ചുറ്റുമുള്ള കട്ടിളപ്പാളിയും ദ്വാരപാലക പാളിയും വരെ മോഷ്ടിക്കപ്പെട്ട കേസാണിത്. എന്നിട്ടും സർക്കാർ പുലർത്തുന്ന ഈ നിശബ്ദത ഭയാനകമാണ്. ശബരിമലയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാത്രം കാണുന്ന പിണറായി സർക്കാരിന് അവിടുത്തെ സ്വർണവും വെറും ലോഹം മാത്രമായിരിക്കാം. എന്നാൽ ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ കൊള്ളയടിച്ചത്. ജയിലിൽ നിന്ന് ജാമ്യത്തിലിറക്കി പ്രതികളെ നിങ്ങൾ സംരക്ഷിച്ചേക്കാം, പക്ഷേ കാലം ഇതിന് മറുപടി നൽകും. ഈ കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് മുരാരി ബാബുവിന് ലഭിച്ച സ്വാഭാവിക ജാമ്യം. എന്താണ് സ്വാഭാവിക ജാമ്യം? ഒരു പ്രതി അറസ്റ്റിലായി 90 ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതിക്ക് നിയമപരമായി ലഭിക്കുന്ന അവകാശമാണിത്. ഇവിടെയാണ് സർക്കാരിന്റെ കളി നടക്കുന്നത്. മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത് എന്ന് വ്യക്തമാണ്. എന്നിട്ടും 90 ദിവസം കഴിഞ്ഞിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്, അതായത് SITക്ക് ഒരു കുറ്റപത്രം പോലും തയ്യാറാക്കാൻ കഴിഞ്ഞില്ല എന്നത് വിരോധാഭാസമല്ലേ? പ്രതികളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സർക്കാർ തന്നെ വഴിയൊരുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. സങ്കീർണമായ കേസുകളിൽ പോലും അതിവേഗം കുറ്റപത്രം സമർപ്പിക്കുന്ന കേരള പോലീസ് ശബരിമല കേസുകളിൽ മാത്രം ഇങ്ങനെ മയങ്ങുന്നത് ആരെ രക്ഷിക്കാനാണ്? ദേവസ്വം ബോർഡ് മുൻ അംഗവും CPI പ്രതിനിധിയുമായ KP ശങ്കരദാസ്, സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് വേണ്ടി മുന്നിൽ നിന്ന് പോരാടിയ നേതാവ്, ഇപ്പോൾ അദ്ദേഹം എവിടെയാണ്? സെൻട്രൽ ജയിലിലെ ആശുപത്രി സെല്ലിൽ. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് ഒരു താല്പര്യവുമില്ലായിരുന്നു. ഹൈക്കോടതി ഇടപെട്ട് രൂക്ഷമായി വിമർശിച്ചപ്പോൾ മാത്രമാണ് പോലീസിന് അനക്കം വെച്ചത്. ആശുപത്രിയിൽ അസുഖം അഭിനയിച്ച് തടവ് ശിക്ഷ ഒഴിവാക്കാൻ ശ്രമിച്ച ശങ്കരദാസിന് കോടതിയിൽ നിന്ന് പോലും തിരിച്ചടി നേരിട്ടു. ഭക്തരുടെ പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ പിണറായി സർക്കാർ അവർക്ക് സുരക്ഷാ കവചമൊരുക്കുകയാണ്. അയ്യപ്പന്റെ ഭണ്ഡാരത്തിൽ കൈയിട്ടവർക്ക് ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം പരിശോധിച്ചാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും ഈ കേസ് അട്ടിമറിക്കപ്പെടുകയാണെന്ന്. 90 ദിവസം തികയുന്നതുവരെ കാത്തിരിക്കുന്ന പോലീസ് ശൈലി പ്രതികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കം തന്നെയാണ്.
ശബരിമലയിലെ ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും ഈ സ്വർണം എവിടെ പോയി എന്നോ ഉരുക്കി വിറ്റതാണോ എന്നോ കണ്ടെത്താൻ SITക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ ബോർഡിലെ രാഷ്ട്രീയ നിയമനങ്ങളിലേക്ക് എത്തുമ്പോൾ പോലീസ് ബ്രേക്ക് ഇടുകയാണ്. ഇത് അന്വേഷണമല്ല, മറിച്ച് പ്രതികളെ വെള്ള പൂശാനുള്ള പ്രക്രിയയാണ്. കേരള പോലീസ് കളിക്കുമ്പോഴും പ്രതികളുടെയും സർക്കാരിന്റെയും ഉറക്കം കെടുത്തുന്നത് EDയുടെ നീക്കങ്ങളാണ്. ഇതിനോടകം തന്നെ ED ഈ കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ ED അന്വേഷിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. പോലീസ് നൽകുന്ന 90 ദിവസത്തെ ഇളവുകൾ അവിടെയും ചിലവാകില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. കോടതികൾക്ക് ഈ കൊള്ളയിൽ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം നിഷേധിച്ചതും കടുത്ത പരാമർശങ്ങൾ നടത്തുന്നതും. കേന്ദ്ര ഏജൻസി ഇടപെട്ടാൽ ഈ കൂട്ടുകച്ചവടത്തിലെ ഉന്നതർ പലരും അഴിക്കുള്ളിലാകുമെന്ന ഭയം സർക്കാരിനുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് നടക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള പച്ചയായ വെല്ലുവിളിയാണ്. 90 ദിവസം കാത്തിരുന്ന് പ്രതികൾക്ക് ജാമ്യം ഒരുക്കുന്ന പോലീസ് രീതി സമാനതകളില്ലാത്തതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണക്കാരൻ ഒരു ചെറിയ മോഷണം നടത്തിയാൽ ആഴ്ചകൾക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഇതേ പോലീസ് കോടികളുടെ സ്വർണം മോഷ്ടിച്ച ഉന്നതർക്ക് വേണ്ടി നിയമത്തിന്റെ പഴുതുകൾ തുറന്നിടുകയാണ്. പിണറായി വിജയന്റെ പോലീസ് ആരെയാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് തന്നെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സത്യസന്ധമായ അന്വേഷണം നടന്നാൽ പിണറായി സർക്കാരിലെ പല ഉന്നതരുടെയും കസേരകൾ തെറിക്കുമെന്നതുകൊണ്ടാണ് ഈ ഒത്തുകളി അരങ്ങേറുന്നത് തന്നെ. ഭക്തരുടെ പണവും സ്വർണവും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ദേവസ്വം ബോർഡ് ഇന്ന് രാഷ്ട്രീയക്കാരുടെ അഴിമതി കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ശങ്കരദാസിനെ പോലെയുള്ള CPI നേതാക്കൾക്ക് സുഖവാസ കേന്ദ്രമൊരുക്കാനാണോ ശബരിമലയിലെ കാണിക്കപ്പണം ഉപയോഗിക്കുന്നത്? ആചാരങ്ങളെ പുച്ഛിക്കുന്നവർക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ദുരന്ത ഫലമാണ് നാം ഇന്ന് കാണുന്നത്. വിഗ്രഹത്തിലെ കട്ടിളപ്പാളി വരെ മോഷ്ടിക്കപ്പെട്ടിട്ടും ബോർഡ് കാണിക്കുന്ന ഈ മൗനം കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. ഭക്തർ നൽകുന്ന ഓരോ രൂപയ്ക്കും കണക്ക് ചോദിക്കുന്ന സർക്കാരിന് ഭക്തരുടെ സ്വത്ത് കൊള്ളയടിച്ച ഈ വിശ്വസ്തരെ കുറിച്ച് ഒന്നും പറയാനില്ലേ? നവോത്ഥാനം പ്രസംഗിച്ചും സ്ത്രീ സമത്വത്തിനു വേണ്ടി മുറവിളി കൂട്ടിയും ശബരിമലയിലേക്ക് യുവതികളെ എത്തിക്കാൻ കോടികൾ ചിലവഴിച്ച സർക്കാർ അന്ന് തന്നെ ഇത്തരമൊരു കൊള്ളയ്ക്ക് തിരക്കഥ ഒരുക്കിയിരുന്നു എന്നത് വ്യക്തമാണ്. ആചാരങ്ങൾ ലംഘിക്കാൻ കാണിച്ച ആവേശം എന്തുകൊണ്ട് കള്ളന്മാരെ പിടിക്കാൻ പിണറായി കാണിക്കുന്നില്ല? വിശ്വാസികളുടെ നെഞ്ചിൽ ചവിട്ടി നവോത്ഥാനം പണിതവർക്ക് ഇന്ന് അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ച പ്രതികളെ ജയിലിലടയ്ക്കാൻ പേടിയാണ്. ഭക്തരെ ജയിലിലടയ്ക്കാൻ കാണിച്ച ആവേശം ശങ്കരദാസിനും മുരാരി ബാബുവിനും നേരെ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഈ ഇരട്ടത്താപ്പാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്ര. കേരള പോലീസും വിജിലൻസും ഒത്തുകളിച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും. കള്ളപ്പണ ഇടപാടുകളും അഴിമതിയും അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസിയായ ED എത്തിയതോടെ ഈ ഒത്തുകളി അവസാനിക്കാൻ പോവുകയാണ്. സ്വാഭാവിക ജാമ്യം വാങ്ങി പുറത്തിറങ്ങുന്നവർ ഒന്നോർക്കുക, ഭക്തരുടെ കണ്ണീരും അയ്യപ്പന്റെ സ്വത്തും അപഹരിച്ചവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനും ഓരോ രാഷ്ട്രീയ നേതാവും ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. എന്തായാലും വിശ്വാസികളെ വഞ്ചിച്ച ഈ സർക്കാരിനുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.